ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. നമ്മളിത് കപ്പലണ്ടി വെച്ചാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ആണ്. വൈകിട്ട് കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണിത്. അപ്പൊ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ അതാണ്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് കപ്പലണ്ടി ഒന്ന് എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കപ്പലണ്ടിയുടെ അളവ് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. നമ്മൾ എത്രത്തോളം ഉണ്ടാക്കാനോ അത്രയും കപ്പലണ്ടി നമുക്ക് എടുക്കാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സിനനുസരിച്ച് നമുക്ക് കപ്പലണ്ടി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്കൊന്ന് കുതിർത്തെടുക്കണം. ഒരു 10 മിനിറ്റ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു വെച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് കുതിർന്ന് കിട്ടും. അപ്പൊ അത് നമുക്ക് ഒന്ന് കുതിരാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേ കപ്പിൽ തന്നെ 1 കപ്പ് കടലമാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബേസൻ അല്ലേ, അത് തന്നെ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ 1 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് കുറച്ച് കായപ്പൊടി, 1 പിഞ്ച് കായപ്പൊടിയുള്ളൂ, അതുകൂടി ചേർത്ത് കൊടുക്കാം. കായ ഒരുപാട് ചേർക്കരുത് കേട്ടോ. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഈ ജീരകത്തിന് പകരം നമുക്ക് അയമോദകം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. സാധാരണ വെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളം ഒന്നുമല്ല, സാധാരണ വെള്ളം തന്നെയാണ്. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്. അപ്പൊ ഇതാണ്ട് നമ്മുടെ മാവൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം, ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതാണ്ട് ആ നേരത്തിൽ നമ്മുടെ കപ്പലണ്ടിയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് അരിച്ച് മാറ്റിയെടുക്കണം. എന്നിട്ട് ഈ കപ്പലണ്ടി നമുക്ക് ഒരു കോട്ടൺ ക്ലോത്തിൽ വെള്ളം ഇട്ട് കൊടുത്തിട്ട് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഒട്ടും വെള്ളം കാണരുത് കപ്പലണ്ടി നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട്. ഇത് പച്ച കപ്പലണ്ടി ആയിരുന്നു കേട്ടോ, ഞാനത് പറയാൻ വിട്ടുപോയി. ഇനി നമ്മൾ നേരത്തെ കുഴച്ചു വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ചപ്പാത്തി പലകയിലെ കുറച്ച് പൊടിയൊന്ന് വിതറിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കണം. ഒരുപാട് കനവും ആവരുത്, അതുപോലെ ഒരുപാട് കനം കുറഞ്ഞും പോകരുത്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പൊ തന്നെ ഞാൻ ഈ ഒരു വലുപ്പത്തിൽ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് ഒരെണ്ണം കൂടെ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ ആദ്യം പരത്തിയത് കുറച്ച് വലുതായിട്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇപ്പൊ രണ്ടാമത് പരത്തിയെടുക്കുന്നത് കുറച്ച് ചെറുതായിട്ട് മതി. ഇതാ കണ്ടില്ലേ, ഈ ഒരളവിലാണ് ഇത് പരത്തിയെടുത്തേക്കുന്നത്. ഇനി ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പരത്തി വെച്ചേക്കുന്നതിന്റെ മുകളിലായിട്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറേശ്ശെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇത്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചേക്കുന്ന കപ്പലണ്ടി ഓരോന്നായിട്ട് ഇതിലേക്ക് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചു കൊടുക്കണം കേട്ടോ. ഒരുപാട് പ്രസ് ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൻ വേണ്ടി. നമ്മൾ ഇതിലേക്ക് ആ ഗോതമ്പ് പൊടിയുടെ പേസ്റ്റ് പുരട്ടിയത് തന്നെ ഈ കപ്പലണ്ടിയൊക്കെ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ കപ്പലണ്ടി വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടുപ്പിച്ചടുപ്പിച്ച് വെച്ചു കൊടുക്കരുത്. കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്നാക്സ് ചെയ്തു വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പൊ അതാണ്ട് ഈ ഒരു രീതിയിൽ ഇത്രയും ഡിസ്റ്റൻസ് ഇട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ ഞാനിത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ കൈവച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പരത്തി വെച്ചിരിക്കുന്ന ആ ഒരു ഷീറ്റില്ലേ, അത് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ഇങ്ങനെ പതുക്കെ വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് ഒരു ഷീറ്റ് നമ്മൾ വലുതായിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ താഴെ ഇരിക്കുന്നതിനെ കവർ ചെയ്ത് തന്നെ കിട്ടും. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് ചെറുതായിട്ട് താണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് അമർത്തി ചെയ്യരുത് കേട്ടോ. പതുക്കെ ഇതേപോലെ ഒന്ന് ഇതിന്റെ എയറൊക്കെ ഇങ്ങനെ ഒന്ന് തട്ടി വിടുകയോ ചെയ്യാവൂ. അപ്പൊ നമുക്ക് കപ്പലണ്ടി ഇരിക്കുന്ന അത് കറക്റ്റ് ആയിട്ട് കാണുകയും ചെയ്യാം.
അപ്പൊ തന്നെ ഇതേ രീതിയിൽ ഞാൻ അതൊന്ന് കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ കണ്ടില്ലേ, ഒരു നെയിൽ പോളിഷിന്റെ അടപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മുടെ വീട്ടിൽ ചെറിയ ബോട്ടിലിന്റെ ഒക്കെ അടപ്പ് കാണുമല്ലോ, അതെടുത്താലും മതി. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നെയിൽ പോളിഷിന്റെ അടപ്പായാലും മതി. ഇത്രയും ചെറിയ മോൾഡ് നമുക്ക് ചിലപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമുക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ കപ്പലണ്ടി ഇരിക്കുന്ന എല്ലാ ഭാഗവും ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കണം. അയ്യോ, ഇപ്പൊ എല്ലാം കൂടെ മറിഞ്ഞാല് നന്നായിട്ട് തന്നെ ഒന്ന് അമർത്തി കൊടുക്കുക. നമ്മുടെ ആ ചപ്പാത്തി പലകയില് നമ്മുടെ ഈ അടപ്പ് കൊള്ളുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മളിങ്ങനെ പരത്തി എടുക്കുമ്പോൾ നമ്മുടെ ഷീറ്റിന് ഒരുപാട് കനമായി പോകരുത്, അതുപോലെ ഒരുപാട് കനം കുറഞ്ഞും പോകരുത്. ആ ഒരു പരുവത്തിന് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേ ബാക്കി ഇരിക്കുന്നതിലോട്ട് ഇങ്ങനെ എയർ തട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കൈ കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ എയർ തട്ടി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ചപ്പാത്തി പലകയിൽ അല്ലാതെ തന്നെ കൗണ്ടർ ടോപ്പിൽ വലിയതായിട്ട് പരത്തിയിട്ട് കുറെ കപ്പലണ്ടി ഇതുപോലെ നിരത്തി വെച്ചിട്ട് ഒറ്റ പ്രാവശ്യം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ. ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് പൊക്കി കൊടുത്താൽ മതി. പതുക്കെ ഒന്ന് വലിച്ചു മുകളിലോട്ട് എടുത്താൽ മതി. അതുകൊണ്ട് നമ്മൾ ആദ്യം പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്യണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എടുക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ഇത് നമുക്ക് വീണ്ടും കുഴച്ചിട്ട് ഉരുട്ടിയെടുത്തിട്ട് വീണ്ടും പരത്തിയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ കപ്പലണ്ടി മാത്രം നമ്മുടെ ചപ്പാത്തി പലകയിൽ ഇരിപ്പുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് ഓരോ കപ്പലണ്ടി എടുത്തിട്ട് ഇതാണ്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇതാ കണ്ടില്ലേ, ഇതേ രീതിയിൽ ഒന്ന് എടുക്കണം. പതുക്കെ ഒന്ന് കയ്യിൽ വെച്ചൊന്ന് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി, നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ വളരെ പെട്ടെന്നൊന്ന് ഉരുട്ടി എടുത്തിട്ട് വരാം. നമ്മുടെ വീട്ടിലെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. കയ്യിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പൊ അതാണ്ട് എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് മസാലകളോടൊക്കെ ചേർക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നതിന്. അപ്പൊ നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുട്ടി വെച്ചേക്കുന്നതെല്ലാം ഇതേപോലെ എണ്ണയിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇത് എണ്ണയിൽ ഇട്ട് കൊടുത്ത ശേഷം ഉടനെ തന്നെ ഇത് സ്പൂണോ തവിയോ ഒന്നും ഉപയോഗിച്ച് ഇളക്കരുത് കേട്ടോ. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞ ശേഷം വേണം നമ്മൾ ഇതിന് അടി കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കാന്. അപ്പൊ ഇത് വിട്ട് കിട്ടും, ഒട്ടിപ്പിടിച്ചിരിക്കില്ല. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് ചെയ്യാന്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിന്റെ മുകൾ വശം അങ്ങ് മുരിഞ്ഞു വരികയും ഉള്ളു വേവാതെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അകത്ത് വെച്ചേക്കുന്ന കപ്പലണ്ടി ഒന്നും മൂത്ത് കിട്ടത്തില്ല. അപ്പൊ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്ക് ചെയ്യാൻ കേട്ടോ. ഇതിനകത്ത് എണ്ണയൊന്നും അങ്ങനെ പിടിക്കത്തില്ല. അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ മൂത്ത് വരുമ്പോഴേ. അപ്പൊ ഇതിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെന്ന് എടുക്കാം. അപ്പൊ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, നമ്മുടെ ആ ബോൾസ് എല്ലാം. ഇനി ഞാൻ എണ്ണയിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ 3-4 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചൊന്ന് കോരിയെടുക്കാം. അതിനുശേഷം ആ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് കറിവേപ്പില ഇട്ട് കൊടുത്തേക്കുന്നത്. ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ സ്നാക്സ് ഒക്കെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിന്റെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മാംഗോ പൗഡർ ആണ്. ഈ മാംഗോ പൗഡർ ചേർത്ത് കൊടുക്കുമ്പോഴേ നമ്മൾ വെളിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു സ്നാക്സിലെ കപ്പലണ്ടിയുടെ ചെറിയ പാക്കറ്റിലൊക്കെ കിട്ടുന്നത് അതിന്റെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല പുളിയൊക്കെ ആയിട്ട് കിട്ടും. അതില്ലെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ആ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ മസാലയെല്ലാം എല്ലാ ഭാഗത്തും പിടിക്കുന്നത്. അപ്പൊ തന്നെ ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ആണ്.
അപ്പൊ നമ്മൾ വൈകിട്ടൊക്കെ നമുക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.